ഇന്ന് നല്ലൊരു ദിവസം, ഞായറാഴ്ചയാണ്. പല പല തിരക്കുകളും മറ്റും ഉണ്ടാവും എല്ലാവരും. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ള ബോധവുമായി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ മാന്യ വ്യക്തികളെയും റോയൽ ചലഞ്ചേഴ്സിന്റെ ബിസിനസ് പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. ലോകത്തിൽ തന്നെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് അവസരം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും തന്നെ ഒരു ബന്ധുവോ സുഹൃത്തോ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേർന്ന സർവേശ്വരന് മുന്നിൽ ഒരു നിമിഷം മൗനമായി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഈ ഒരു ബിസിനസ് അവസരമാണെന്ന് ഇവിടെ പറയണ്ടായി. ഈ ഒരു അവസരം കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് നിങ്ങളിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കയ്യിൽ, നമ്മളെല്ലാവരുടെയും കയ്യിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവാണ് നമ്മുടെ എല്ലാം മൊബൈൽ ഫോൺ. കുറച്ച് സമയത്തേക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ വമ്പിച്ച വിജയത്തിന് വേണ്ടി കുറച്ച് സമയത്തേക്ക് അത് സ്വിച്ച് ഓഫ് ചെയ്യുകയോ സൈലന്റ് മോഡിലിട്ടോ സഹകരിക്കും. നമ്മൾ എല്ലാവരും തന്നെ ഇന്ന് വലിയ ഭാഗ്യവാന്മാരാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇന്ന് ഈ ഒരു അവസരം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ നേടിക്കൊണ്ട് ടീമിന്റെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ പ്രസ്റ്റീജിയസ് റാങ്ക് ആയിട്ടുള്ള നാഷണൽ പ്രൊമോട്ടർ റാങ്ക് പദവി അലങ്കരിച്ചുകൊണ്ട് സഫയർ റാങ്ക് എന്ന് പറയുന്ന മഹത്തായ ഒരു റാങ്കിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ ഡിജിറ്റൽ ഡബിൾ സ്റ്റാർ അച്ചീവർ ആയിട്ടുള്ള, പറയാൻ ഒട്ടനവധി നേട്ടങ്ങൾ നേടിക്കൊണ്ട് ഡെയിലി സീലിംഗ് അച്ചീവർ ആയിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗ്രേറ്റ് ലീഡർ സുഭാഷ് ശാസ്ത്രം പാനൂരിനെയാണ് ഞാൻ ഇവിടെ ക്ഷണിക്കുന്നത്. എല്ലാവരോടും വലിയ എന്നെ ശ്രീജ സാറ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. എൻ്റെ പേര് സുഭാഷ്, സ്ഥലം വരുന്നത് ഇവിടുന്ന് കുറച്ച് അകലെ പാലത്തായി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോ വ്യക്തികളും ഞാനും ഹൃദയപൂർവ്വം ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഇന്ന് പല തിരക്കുകളും മാറ്റിവെച്ചിട്ടാണ് ഇവിടെ ഓരോ വ്യക്തികളും എത്തിയിരിക്കുന്നത്. എന്തായാലും ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇവിടുന്ന് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായി ഇന്നത്തെ ദിവസം മാറും. അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ വേണ്ടത് ഇന്ന് ഈ ഒരു പ്രോഗ്രാം സമയത്ത് വളരെ കുറച്ച് സമയം നമ്മുടെ മനസ്സ് ഇവിടെ തന്നെ ഉണ്ടാവും. മറ്റെല്ലാ പ്രശ്നങ്ങളും പല കാര്യങ്ങളും ഉണ്ടാവും നമ്മുടെ ഒക്കെ മനസ്സിൽ. അതൊക്കെ ഒരു അല്പസമയം നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇവിടെ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്നെ അദ്ദേഹം പരിചയപ്പെടുത്തിയ പോലെ തന്നെ ഏകദേശം ഒരു 14 മാസങ്ങൾക്ക് മുന്നെയാണ് ഈ ഒരു അവസരം എന്നിലേക്ക് എത്തുന്നത്. എൻ്റെ ഗ്രേറ്റ് ലീഡർ ഷൈജു സാറാണ് എന്നെ ഈ ഒരു അവസരത്തിലേക്ക് പരിചയപ്പെടുത്തിയത്. ആ ഒരു സമയത്ത് ഞാൻ ഇത്രയും ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സിലൊന്നല്ല ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയുടെ പ്ലാൻ കേൾക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ കേൾക്കുന്നുണ്ടെങ്കിലും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ മേഖല, നമ്മൾ ഓരോരുത്തരും പല മേഖലകളിൽ നിന്നാണ് വരുന്നത് അല്ലേ? എല്ലാവരും പല മേഖലകളിലുള്ള ആളുകളാണ്, പല ജോലിയിൽ മേഖലകളിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ നമുക്കറിയാം നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അല്ലേ? നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമുക്ക് കുറച്ച് കാലങ്ങൾ ബാക്കോട്ടേക്ക് ഒന്ന് സഞ്ചരിക്കാം ആദ്യം അല്ലേ? നമുക്ക് നോക്കാം, ഏകദേശം 1900 കാലഘട്ടത്തിൽ നമുക്കൊരു മനുഷ്യന് ജീവിച്ചു പോകാൻ വളരെ തുച്ഛമായ ഏകദേശം 1 രൂപ ഉണ്ടെങ്കിൽ എല്ലാ ചെലവുകളും മാറ്റിവെച്ച് ജീവിക്കാൻ പറ്റുമായിരുന്നു 1900 കാലഘട്ടത്തിൽ. പക്ഷെ 1920 കാലഘട്ടത്തിലാകുമ്പോൾ ഏകദേശം 1 രൂപ എന്നുള്ള സ്ഥാനത്ത് 10 രൂപ കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ജീവിത ചെലവും ഒക്കെ കഴിഞ്ഞുകൂടാൻ മിനിമം 10 രൂപയെങ്കിലും വേണ്ടുന്ന സാഹചര്യത്തിലേക്ക് പോയി. നമുക്കൊന്നുകൂടി പരിശോധിക്കാം.
ഒരു 20 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഏകദേശം 100 രൂപ ഉണ്ടെങ്കിൽ തന്നെ കഷ്ടിച്ച് ജീവിച്ചു പോവാം എന്നുള്ള സ്ഥിതി വിശേഷത്തിലേക്ക് പോയി. അതുപോലെ തന്നെ 1980 കാലഘട്ടത്തിലാണെങ്കിൽ ഏകദേശം ആ സ്ഥാനത്ത് മിനിമം 1000 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിച്ചു പോകാൻ കഴിയുള്ളൂ. 2000 കാലഘട്ടത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്ത് 1000 എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുമായിരുന്നു. എന്നാൽ ഒരു 20 വർഷം കഴിഞ്ഞ് ഏകദേശം ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഏകദേശം എത്ര എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാന്നുള്ളത് നിങ്ങൾ ഓരോ വ്യക്തികളും ആലോചിച്ച് നോക്കുക. അതാണ് ഓരോ കാലഘട്ടത്തിലും നമുക്കറിയാം എല്ലാ മേഖലയിലും വില കൂടുതൽ, എല്ലാം വില വർധനമാണ്. ഗ്യാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ധന ചെലവായിക്കോട്ടെ, ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ചെലവ് ഓരോ മാസവും വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മളൊരു ഒരു പ്രൈവറ്റ് മേഖലയിലോ അല്ലെ ഏതെങ്കിലും ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സാലറി ഇത്രയും വർധനവ് ഏതെങ്കിലും മേഖലയിൽ സംഭവിക്കുന്നുണ്ടോ? സ്വന്തമായിട്ട് എടുക്കുന്ന സ്ഥാപനങ്ങളിൽ ആണെങ്കിലും നമുക്ക് എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് നമുക്ക് എത്ര മാറ്റി വെക്കാൻ പറ്റുന്നുണ്ട്? നമ്മൾ തന്നെ ആലോചിച്ച് നോക്കാം, നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം. ഞാനൊരു ബിസിനസ് മേഖലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ലാസ്റ്റ് പറയാം. എല്ലാം കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു വരുമാനം അല്ലെങ്കിൽ ഈ വർഷം നമുക്ക് എന്ത് ചെലവ് നമുക്ക് കയ്യിൽ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്? എത്ര ആളുകൾക്ക് മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്? ഒരു 10,000, 20,000. അതുപോലെ ഒരു ബാങ്ക് ബാലൻസ് നമുക്ക് എത്ര കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മുടെ വീട്ടിൽ ഒരു ആസ്പത്രി ചെലവ് തന്നെ വിചാരിക്കാതെ വന്നാൽ പോലും പല ആളുകളുടെയും ജീവിതത്തിൽ താളം തെറ്റുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ അങ്ങനെയുള്ള ഈ ഒരു അവസരത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കമ്പനിയെ പറ്റി പറയാം. നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം, മുന്നേ കേരളം ഒരു കാർഷിക സംസ്ഥാനമായിട്ടാണ് അറിയപ്പെടുന്നത് അല്ലേ? പക്ഷെ ഇന്ന് കാർഷികത്തിൽ ആ മേഖലയിലുള്ള എത്ര ആളുകളെ നിങ്ങൾക്കറിയാം? എന്നാൽ സ്വന്തം മക്കളെ ആ മേഖലയിലേക്ക് തിരിച്ചു വിടുന്നുണ്ടോ? ഒരിക്കലും അവർ നല്ല വിദ്യാഭ്യാസമൊക്കെ നൽകി മറ്റൊരു മേഖലയിലേക്കാണ് പല ആളുകളും കടത്തിവിടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് കൃഷിയുടെ വിളനാശം, അതുപോലെ വില കൂടുതലും അല്ലെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങൾ കൊണ്ട് ആ മേഖലയിലുള്ള ആളുകൾ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖലയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ ജോലി നമുക്ക് 2 രീതിയിൽ തരംതിരിക്കാം. ഒന്ന് പ്രൈവറ്റ് മേഖലയിലുള്ള ജോലി, അതല്ലെങ്കിൽ ഗവൺമെന്റ് മേഖലയിലുള്ള ജോലി. നമുക്കറിയാം പ്രൈവറ്റ് മേഖലയിലാണെങ്കിൽ ഇന്ന് കോവിഡിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഉള്ള വരുമാനം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡ്യൂട്ടി ടൈം കുറച്ചുകൊണ്ടും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇനി ഒരു ഗവൺമെന്റ് എംപ്ലോയിന്റെ കാര്യം എടുത്ത് നോക്കാം. അവർക്ക് ഒരു മാസം കറക്റ്റ് കാൽക്കുലേഷനിലേക്ക് പോകുന്നുണ്ടാവുക. മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും എമൗണ്ട് കിട്ടുമ്പോൾ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകുന്ന പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ള ഒരു പ്രശ്നം, ഇന്ന് ഗവൺമെന്റിന് എല്ലാ ആളുകൾക്കും ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളെ കുട്ടികളെ പഠിച്ച് നല്ല രീതിയിലായി കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് PSC ടെസ്റ്റ് എഴുതി അല്ലെ റാങ്ക് ലിസ്റ്റിലുള്ള എത്രയോ ആളുകളുണ്ട്. എല്ലാവർക്കും ഗവൺമെന്റിന് ജോലി കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ പല പ്രശ്നങ്ങളും പല മേഖലകളിലുണ്ട്. ഇനി മറ്റൊരു മേഖല എന്ന് പറയുന്നത് ബിസിനസ് മേഖലയാണ്. ഇനി ബിസിനസ്സുകാരുടെ അവസ്ഥ ഒന്ന് എടുത്തു നോക്കാം. എന്താണ് ഇന്ന് ബിസിനസ്സുകാരുടെ അവസ്ഥ? എല്ലാ സ്ഥാപനങ്ങളും നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇത് തുടങ്ങിപ്പോയോണ്ട് തൽക്കാലം അങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് തന്നെ പറയും. കാരണം പല ആളുകളുടെയും സ്ഥിതി അതാണ്. ബിസിനസ് തുടങ്ങിപ്പോയോണ്ട് നിർത്താൻ പറ്റുന്നില്ല. കാരണം നിർത്തിക്കഴിഞ്ഞാൽ അതിലും ഏറെ നഷ്ടങ്ങളായിരിക്കും. മേഖല നമുക്ക് നോക്കാം. ഗൾഫ് മേഖലയാണ്. നമുക്കറിയാം ഒരു കാലത്ത് കേരളത്തിന്റെ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായ ഒരു മേഖലയാണ് ഗൾഫ് മേഖല. ഇഷ്ടംപോലെ ആളുകൾ ഗൾഫിൽ പോയി നല്ല രീതിയിൽ പണം സമ്പാദിച്ചൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നെന്താണ് അവിടുത്തെ അവസ്ഥ?
ഗൾഫ് മേഖലയിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ പല ആളുകളുടെയും ജോലി നഷ്ടപ്പെട്ട് ഇന്ന് നാട്ടിലേക്ക് വരുന്ന അവസ്ഥയാണ്. പോയതിനേക്കാളും സ്പീഡിലാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റിലുള്ള എല്ലാ മേഖലയും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണുള്ളത്. ഇതിൻ്റെ ഒരു എന്താ പറയേണ്ടത്, നമുക്ക് ഇനി പകരം വെക്കാൻ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം, നിലവിലുള്ള ജോലിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ വരുമാനം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾക്ക് തരുന്ന ഒരു ഗ്രേറ്റ് അവസരമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഞങ്ങളുടെ കമ്പനി. ഇത് കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്ന ഒരു ഇ കോമേഴ്സ് സംവിധാനം. നിങ്ങൾക്കറിയാം, ഇ കോമേഴ്സിന്റെ കാലഘട്ടമാണ് ഇന്ന് അല്ലേ. ഇന്റർനെറ്റും ഒരു ഫോണും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു മേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുള്ള പേരുകളായിരിക്കും ആമസോൺ അല്ലെ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇതൊക്കെ നമുക്കറിയാം. മീഷോ, പല ആളുകളും ഇന്ന് സാധനങ്ങൾ സെർച്ച് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം കൂടിയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം നിലവിലുള്ള ഏത് സംവിധാനത്തിനെക്കാട്ടും വളരെ ഫാസ്റ്റായി ഡെലിവറി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ. നമുക്കൊന്ന് പരിശോധിക്കാം. കമ്പനിയെ പറ്റി പറഞ്ഞു. ഇനി സൂപ്പർ മാർക്കറ്റ്, നമുക്ക് ഒരു വീടുകളിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമ്മൾ ഗ്രോസറി, എല്ലാ സാധനങ്ങളും വീട്ടിലേക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾ പെട്ടെന്ന് കിട്ടുമോ? ഇല്ല. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇത് ഡിജിറ്റലായിട്ടും ഫിസിക്കലായിട്ടും നമ്മുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഫ്രാഞ്ചൈസികൾ നിലവിൽ കേരളത്തിൽ തന്നെ 140ഓളം ഫ്രാഞ്ചൈസികൾ ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഒരുക്കുന്നത്. ഇനി നമ്മുടെ ബിസിനസ്സായി നമുക്ക് ഇതിൽ എന്താണ് പ്രോഫിറ്റ് എന്ന് നോക്കാം. കാരണം ഒരു കസ്റ്റമറായിട്ട് നമുക്ക് ഇതിൽ നിൽക്കാൻ പറ്റും. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ സംബന്ധിച്ചിട്ട് ഒന്നും പുതിയ ബ്രാൻഡോ പുതിയ പ്രോഡക്ട്സോ അല്ല മാർക്കറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ വിലക്കുറവിൽ നമുക്ക് വാങ്ങാം. അതിനുവേണ്ടി ആരും പൈസ മുടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആരോട് ബിസിനസ് പറയാം. ഇവിടെ ക്യാഷ് വളരെ കുറച്ച്, നിലവിൽ മാർക്കറ്റ് വിലയേക്കാളും വില കുറച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഒരുക്കുന്നത്. ഇനി വിലക്കുറവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പക്ഷെ നമുക്കിതിൽ മറ്റൊരു ബിസിനസ് അവസരം കൂടി കമ്പനി തരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ നമുക്കൊരു പ്രിവിലേജ് കസ്റ്റമറായിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഏകദേശം 750 രൂപ മുതൽ മേലോട്ടുള്ള കുറച്ച് പ്രോഡക്ട്സുകൾ കാണാം. ഇത് കൂടാതെ 699 രൂപയുടെ ഒരു റെഡീം കൂപ്പൺ കൂടി നമ്മുടെ കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്തുകൊണ്ടും നമുക്ക് 200 ബിസിനസ് വോളിയം വരുന്ന കുറച്ച് പ്രോഡക്ട്സുകളാണ് കാണിച്ചത്. ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രോഡക്ട്സ് സെലക്ട് ചെയ്യാം. അതുപോലെ ഇതാണ് റെഡീം കൂപ്പൺ. ഈ ഒരു സംവിധാനത്തിൽ ഈ ഒരു കൂപ്പൺ പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് ആയിട്ട് മാറാൻ പറ്റും. ഒന്നാമത്തെ ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് റീപർച്ചേസ് ഇൻകം കൂടി കിട്ടും. സാധാരണ ഒരു കസ്റ്റമർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് വിലക്കുറവിൽ വാങ്ങാം, അതേ ഉള്ളൂ സംവിധാനം. പക്ഷേ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ റീപർച്ചേസ് ഇൻകം. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ഫസ്റ്റ് പർച്ചേസ് ഇൻകം എന്ന് പറയും. അതായത് പുതിയ ആളുകൾ പ്രിവിലേജ് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് 200 ബിസിനസ് വോളിയം മാച്ച് ചെയ്ത് നമുക്കൊരു വരുമാനം കമ്പനി തരുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പർച്ചേസ് ഇൻകം എന്ന് പറയുന്നത്. ഇനി ഒരു മൂന്നാമത്തെ ഒരു ഇൻകം ഉണ്ട്, ഡിജിറ്റൽ പർച്ചേസ് ആണ്. ഡിജിറ്റൽ ഇൻകം, ഇത് മൂന്നിനെ പറ്റി ഞാനൊന്ന് സിമ്പിളായിട്ട് ഞാൻ പറയാം. എന്താണ് റീപർച്ചേസ് പ്രോഡക്ട്സ്? നമുക്ക് നോക്കാം. ഏതൊരു കമ്പനിയെ സംബന്ധിച്ചും കമ്പനിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് റീപർച്ചേസിന്റെ മുകളിലാണ്. പക്ഷേ ആ റീപർച്ചേസിൽ പുതിയ ബ്രാൻഡോ അല്ലെ പുതിയ പ്രോഡക്ട്സോ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാലങ്ങളായി സൂപ്പർ മാർക്കറ്റിൽ ഒരു പ്രധാനപ്പെട്ട എല്ലാ ബ്രാൻഡുകളും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടാവും. അത് എവിട്ടി ആയാലും കണ്ണന്തേവനായാലും ഒരു ആള് രാവിലെ ഉറക്ക് പേസ്റ്റ് മില്ലാണ് നോക്കുക അല്ലെ. നമ്മൾ പേസ്റ്റിനെ പറ്റി നമ്മൾ ആരും പരസ്യം പറഞ്ഞിട്ടില്ല. ആ വ്യക്തി ഏതാണോ ഉപയോഗിക്കുന്നത് സെയിം ബ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ട് വിലക്കുറവിൽ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിലവിൽ കാലങ്ങളായി വീട്ടിൽ ഉപയോഗിക്കുന്ന സെയിം ബ്രാൻഡുകളാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ബ്രാൻഡുകൾ. ഇത് മാർക്കറ്റ് വിലയെക്കാട്ടും കുറഞ്ഞു കിട്ടുന്ന ഒരു സംവിധാനം. ഇനി ഒരു റീപർച്ചേസ് ഇൻകത്തിനെ പറ്റി പറയാം. റീപർച്ചേസ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ
ചുറ്റിലുള്ള എല്ലാ ആളുകളും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കും അല്ലെ. തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പോ ആയിരിക്കും നമ്മൾ വാങ്ങുന്നുണ്ടാവുക. ഈ ഒരു കച്ചവടത്തെ നമ്മൾ വാങ്ങിക്കുന്നു, നമ്മൾ എന്തായാലും വാങ്ങിക്കുന്നുണ്ട് സാധനങ്ങൾ വീട്ടിലേക്ക്. ഈ സാധനങ്ങൾ ഏവറേജ് ഒരു മാസം പല വീടുകളിലും പല രീതിയിലായിരിക്കും വാങ്ങുന്നത്. ചിലപ്പോൾ 5000 രൂപയുടെ സാധനം ആവാം, 6000 ആവാം. നമുക്കൊരു ഏവറേജ് ഒരു 6000 രൂപയുടെ രീതിയിൽ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. രൂപയുടെ പ്രോഡക്ട്സ് എടുക്കുമ്പോൾ കമ്പനി മാറ്റി വെക്കുന്നത് ഒരു 300 ബിസിനസ് വോളിയാണ്. അങ്ങനെ വരുമ്പോൾ ഈ 300 ബിസിനസ് വോളിയത്തിന്റെ 30% നമുക്ക് ഡയറക്റ്റ് കിട്ടും. നമ്മുടെ ഐഡിയയിലാണല്ലോ പർച്ചേസ് ചെയ്യാം. കമ്പനി മാറ്റി വെക്കുന്ന എമൗണ്ടിന്റെ 30% ഡയറക്റ്റ് കിട്ടും. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഈ ബിസിനസ്സിലേക്ക് എത്ര ആളുകളെയും കൊണ്ടുവരാം. അതിന് സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് നമ്മുടെ ഐഡിയയിൽ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ 300 രൂപയുടെ 30% എന്ന് പറഞ്ഞാൽ 90 രൂപ നമ്മുടെ ഐഡിയയിൽ ക്രെഡിറ്റ് ആവും. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ ഒരു സ്റ്റേജിൽ കൊടുക്കുന്നത് കമ്പനി കൊടുക്കുന്നത് 20%. നമുക്ക് ഈ ബിസിനസ്സിൽ എല്ലാ ആളുകളെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം എന്താ? അവർ പൈസ കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എല്ലാ ആളുകളും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുകയാണ്. അവരെന്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും അതിന്റെ 20% കമ്പനി മാറ്റിവെക്കുന്ന ഇൻസെന്റീവിന്റെ 20% നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. നമുക്കൊരു ചെറിയൊരു ഉദാഹരണം നോക്കാം. നമുക്കൊരു 10 സുഹൃത്തുക്കളെ പരിചയമുണ്ട്. ഈ 10 ആളുകളും സ്വന്തം വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരോട് ഈ ഒരു അവസരം വില കുറച്ച് കിട്ടുന്ന സംവിധാനം പറഞ്ഞു അവർ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഇതേ രീതിയിൽ വരികയാണെങ്കിൽ കമ്പനി മാറ്റി വെക്കുന്ന ഈ ഒരു 300 ബിസിനസ് വോളിയത്തിന്റെ 20% എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് 60 രൂപയാണ്. അപ്പൊ ഒരു 10 വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നു. അങ്ങനെ വരുമ്പോൾ 60 × 10 സെക്കൻഡ് ലെവലിൽ നമുക്ക് റീപർച്ചേസ് കിട്ടുന്നത് എത്രയാണ്? എമൗണ്ട് 600 രൂപയായിരിക്കും രണ്ടാമത്തെ ലെവലിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. നമുക്ക് വേണ്ടി കമ്പനി മാറ്റി വെക്കുന്നത് 15%. 15% വരുമ്പോൾ 300 രൂപയുടെ 15 എന്ന് പറയുമ്പോൾ 45 രൂപ ഉണ്ടാവും. സെക്കൻഡ് ലെവലിൽ ഞാൻ പറഞ്ഞു 10 പേരോടാണ് നമ്മൾ ബിസിനസ് പറഞ്ഞത്. ഈ 10 ആളുകൾക്കും അവരുടേതായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവില്ലേ? സെയിം പ്രോസസ്സ് അവിടെ നടക്കുമ്പോൾ അവിടെ മൂന്നാമത്തെ ലെവലിൽ വരുന്നത് 100 പേരടങ്ങുന്ന ടീമാണ്. നമ്മൾ കൂടി അറിയുന്നില്ല. കാരണം 10 ആളുകളും രീതിയിൽ പോകുമ്പോൾ അവിടെ 100 പേരടങ്ങുന്ന ടീമാവും. അവർ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ മൂന്നാമത്തെ ലെവലിൽ നമുക്ക് ക്രെഡിറ്റ് ആവുന്നത് 45 രൂപ വെച്ച് 100 ആളുകൾ എടുക്കുമ്പോൾ 4500 രൂപയായിരിക്കും മൂന്നാമത്തെ ലെവലിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇനി അടുത്തൊരു സ്റ്റെപ്പ് പോകുമ്പോൾ കമ്പനി മാറ്റി വെക്കുന്നത് 10%. ഈ 10% ഞാൻ പറഞ്ഞ 100 ആളുകൾ അല്ലേ? നമുക്ക് അറിയില്ല, നമ്മൾ 10 പേരെ കൊണ്ടുവരുള്ളൂ. പക്ഷെ 100 പേരടങ്ങുന്ന ഒരു ടീമായി 100 പേരിന് സെയിം പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ 1000 പേരടങ്ങുന്ന ടീം ആവുന്നുണ്ടാവും. അവിടുന്ന് 10% എന്ന് പറയുമ്പോൾ 30 രൂപയാണ്. 30,000 രൂപയായിരിക്കും രണ്ടാമത്തെ ലെവലിൽ എത്തുമ്പോൾ ഈ ബിസിനസ്സിൽ കൂടെ റീപർച്ചേസ് ഇൻകം നമുക്ക് കിട്ടുന്നത്. ഒരു 2 സ്റ്റെപ്പ് കൂടി ഞാൻ പറയാം. 5ാമത്തെ ലെവലിൽ കമ്പനി മാറ്റി വെക്കുന്നത് 5%. 5% എന്ന് പറയുമ്പോൾ അവിടെ 15 രൂപയാണ് വരുന്നത്. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞു 1000 പേരടങ്ങുന്ന ടീമായി. പക്ഷെ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് 10,000 പേരടങ്ങുന്ന ടീമായി മാറിയിട്ടുണ്ടാവും. ഈ 10,000 പേരിന് 15 രൂപ കിട്ടിയാൽ പോലും നമ്മുടെ വരുമാനം ആ മാസത്തെ 1.5 ലക്ഷം രൂപയായിരിക്കും. അടുത്ത ഒറ്റൊരു സ്റ്റെപ്പ് 6ാമത്തെ ലെവലിൽ കമ്പനി മാറ്റി വെക്കുന്നത് 2.5%. അവിടെ കമ്പനി മാറ്റി വെക്കുന്നത് 7.5 രൂപയാണ്. ഈ 10,000 അടങ്ങുന്ന ആളുകൾ അവിടെ 1 ലക്ഷമായി മാറാൻ വലിയ താമസമൊന്നും വേണ്ട. 6ാമത്തെ ലെവലിൽ നമുക്ക് 7.5 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. ഞാനിവിടെ 6 സ്റ്റെപ്പേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ താഴെ ടോട്ടൽ 19 ലെവലിൽ വരുമാനം കൊടുക്കുന്നുണ്ട് നമ്മളടക്കം. 19ാമത്തെ ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. റീപർച്ചേസിന് ഇവിടെ പരിധി വെക്കുന്നില്ല. ഞാനിവിടെ 6 സ്റ്റെപ്പ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് റീപർച്ചേസിന്റെ ഒരു വലിയ സാധ്യത. ഇവിടെ സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം റീപർച്ചേസിൽ കമ്പനി വെച്ചിട്ടില്ല. ഓക്കെ, ഇനി അടുത്തൊരു രീതിയിൽ പോകുമ്പോൾ നമ്മൾ ആളുകളെ ഇപ്പൊ 10 സുഹൃത്തുക്കളോ നമ്മൾ ആരോടും നമുക്ക് സജസ്റ്റ് ചെയ്യാം. കാരണം എന്താ? അവർക്ക് വിലക്കുറവിലാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത്. ആരോടും ബിസിനസ് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ കളിക്കണമെന്നില്ല. നമുക്ക് ഇന്ത്യ മുഴുവൻ ഒരു അവസരമാണ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ത്യ മുഴുവനും ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനി അടുത്ത പറയാൻ പോകുന്നത് നമുക്ക് ചെലവുണ്ടാവും അല്ലെ? കോഴിക്കോട് ജില്ലയിലോ അല്ലെങ്കിൽ മലപ്പുറത്തോ തിരുവനന്തപുരമോ എവിടെയും നമുക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. ഇതിന്റെ ഭാഗമായി നമ്മൾ യാത്ര ചെലവ്
പോകുന്ന സമയത്ത് നമുക്കൊരു വഴിച്ചെലവ് പോലെ കണക്കാക്കിയാൽ മതി. അങ്ങനെ കിട്ടുന്ന ഒരു എമൗണ്ടാണ് ഇനി അടുത്ത് ഞാൻ പരിചയപ്പെടുന്നത്. ഇതിന് പറയാം ഫസ്റ്റ് പർച്ചേസ് ഇൻകം എന്നാണ്. ഫസ്റ്റ് പർച്ചേസ് ഇൻകം നമ്മൾ ആദ്യമായിട്ട് ഇതിലൊരു സംവിധാനം കൊണ്ട് ബൈനറി സംവിധാനം. ഇവിടെ മാത്രമാണ് നമ്മൾ ഒരു ബൈനറി സംവിധാനം നടപ്പിലാക്കുന്നത്. കമ്പനി ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ പ്രിവിലേജ് കസ്റ്റമർ ആയി കഴിഞ്ഞു. നമ്മുടെ ഐഡിയക്ക് താഴെ 2 രീതിയിലുള്ള ഫ്രാഞ്ചൈസ് ഉണ്ടാവുക. ഓർഗനൈസേഷൻ 1 ഉണ്ടാവും, ഓർഗനൈസേഷൻ 2 ഉണ്ടാവും. അപ്പോൾ ഈ 2 ബിസിനസ് നടക്കുമ്പോൾ 2 ഓർഗനൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ മാച്ചിങ് ബിസിനസ്സിന് 1:1 എവിടെയാണോ ഏറ്റവും കുറവ് നടക്കുന്നത് അതിനെ മാച്ച് ചെയ്തിട്ടുള്ള ഒരു വരുമാനം കമ്പനി തരുന്നുണ്ടാവും. ഉദാഹരണത്തിന് ഒരു 200 ബിസിനസ് വോളിയാണ് 699 രൂപയുടെ നമുക്ക് പ്രിവിലേജ് കസ്റ്റമർ ആവുന്ന സമയത്ത് 200 ബിസിനസ് വോളിയം കയറുന്നുണ്ടാവും. അങ്ങനെ ഓർഗനൈസേഷൻ 1-ൽ 200 ബിസിനസ് വോളിയം. ഹലോ, രണ്ടാമത്തെ ഓർഗനൈസേഷനിലും 200 ബിസിനസ് വോളിയം നടക്കും. സ്വാഭാവികമായിട്ടും നമുക്ക് അന്നത്തെ ദിവസം കമ്പനി മാറ്റി വെക്കുന്ന എമൗണ്ട് 200 രൂപയായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ദിവസം നമുക്ക് സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. നമ്മൾ 2-3 സുഹൃത്തുക്കളോട് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ ദിവസം ഓർഗനൈസേഷൻ 1-ൽ 400 ബിസിനസ് വോളിയം, ഓർഗനൈസേഷൻ 2-ൽ നമ്മുടെ കെയർ ഓഫിൽ വന്ന ആളുകളുണ്ടാവും അല്ലേ, അവര് നല്ല രീതിയിൽ പുതിയ ആളുകളൊക്കെ വരുമ്പോൾ അവിടെ ബിസിനസ് നടന്നത് 600 ബിസിനസ് വോളിയായിരിക്കും. കമ്പനി നോക്കുമ്പോൾ എവിടെയാണോ ഏറ്റവും കുറവ് ബിസിനസ് നടന്നത് അതിനെ ബേസ് ചെയ്ത് അങ്ങനെ വരുമ്പോൾ 400 ബിസിനസ് വോളിയം മാച്ച് ചെയ്യും. പകരം 200 ബിസിനസ് വോളിയം ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞ സംവിധാനത്തിലേക്ക് മാറ്റി വെക്കും. അപ്പൊ 400 ബിസിനസ് വോളിയത്തിന്റെ എമൗണ്ട് ആയ 400 രൂപയായിരിക്കും അന്നത്തെ ദിവസം നമ്മൾക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത്. ഇനി അടുത്തൊരു ദിവസം 1000 ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 1-ലും 800 ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 2-ലും നടന്നു. തലേ ദിവസം മാറ്റിവെച്ച 200 ബിസിനസ് വോളിയം ഇതിന്റെ കൂടെ പ്ലസ് ചെയ്തുകൊണ്ട് അന്നത്തെ ദിവസം വരുമാനം 1000 രൂപയായിരിക്കും. ഇതുപോലെ തന്നെ 2000 ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 1-ലും ഓർഗനൈസേഷൻ 2-ലും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വരുമാനം കമ്പനി കൊടുക്കുന്നത് 2000 രൂപയാണ്. ഇതിങ്ങനെ കൂടുതൽ കൊടുത്തു പോകാൻ പറ്റില്ല. കമ്പനി ഇതിന്റെ ഒരു ലിമിറ്റ് വെച്ചിട്ട് എത്ര വോളിയം നടന്നു കഴിഞ്ഞാലും 5000 ബിസിനസ് വോളിയം മാച്ച് ചെയ്യുമ്പോൾ അതിന്റെ മാച്ചിങ് എമൗണ്ട് മാക്സിമം കൊടുക്കുന്നത് 5000 രൂപയായിരിക്കും അന്നത്തെ ദിവസം നമ്മുടെ വരുമാനം. അപ്പൊ ഒരു ദിവസം 5000 രൂപ വരെ ഒരു ഐഡിയയിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമ്മൾ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ മാസത്തിൽ 30 ദിവസം കൊണ്ട് ഉണ്ട് അല്ലേ. എല്ലാ ഐഡിയയിലും നമുക്ക് 3 ഐഡി കമ്പനി മാറ്റി വെക്കുന്നുണ്ട്. ഈ 5000 രൂപ വെച്ചിട്ട് നമുക്ക് തരാം. അങ്ങനെ വരുമ്പോൾ ഒരു ഐഡിയയിൽ നമുക്ക് 1.5 ലക്ഷം രൂപ ഒരു ഐഡിയയിൽ നമുക്ക് ഒരു മാസം വാങ്ങിക്കാൻ പറ്റും. ഈ ബൈനറി സംവിധാനത്തിൽ കൂടെ ഈ ഒരു ഐഡി നമുക്ക് 3 ഐഡിയിൽ കമ്പനി വരുമാനം തരാം. പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഐഡിയിലും ഇതുപോലെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. വരുമ്പോൾ കണ്ടിന്യൂസ് സീലിംഗ് അടിക്കുന്ന ഒരുപാട് വ്യക്തികൾ, സാധാരണക്കാരായ ആളുകളെ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇനി ഇതെന്താണ്? ഇത് ISO സർട്ടിഫൈഡ് MCA സർട്ടിഫൈഡ് കമ്പനിയാണ്. ഇൻകോർപ്പറേറ്റഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു കമ്പനിയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്. അതുപോലെ തന്നെ ഹെഡ് ഓഫീസിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെയാണ്. അഭിമാനപൂർവ്വം നമുക്ക് പറയാം, കേരളത്തിൽ തൃശ്ശൂരാണ് ഇതിന്റെ ഹെഡ് ഓഫീസ് വരുന്നത്. ഇന്ന് 35,000 സ്ക്വയർ ഫീറ്റിന് മേലെ ഊരകത്ത്, തൃശ്ശൂർ ഊരകത്ത് ഇതിന്റെ ഹെഡ് ഓഫീസ് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ മോർ ദാൻ ഇന്ന് 140-ലധികം ഫ്രാഞ്ചൈസികൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലാകെ. ഇന്ന് ഏകദേശം 20 ലക്ഷം കസ്റ്റമർക്ക് മേലെ ഇന്ന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇനി എന്താണ് ഹൈറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സംവിധാനം ഓൺലൈൻ ഷോപ്പിംഗ് ആയിട്ടാണ് ഇന്ന് കടന്നു വന്ന ഒരു കമ്പനിയെങ്കിൽ ഇന്ന് വെറും ഒരു ഓൺലൈൻ ഷോപ്പിംഗ് മാത്രമല്ല, നിരവധി പ്രോജക്റ്റുകളിൽ ഒരു കമ്പനിയായിട്ട് മാറി. കമ്പനി നമുക്ക് നോക്കാം, മൾട്ടി ലാറ്ററൽ, മൾട്ടി വെണ്ടർ, മൾട്ടി ലെവൽ, മർക്കന്റൈൽ, ഇ-കോമേഴ്സ്, ബാങ്കിങ് എന്നീ ഇത്തരം ഒരുപാട് രീതിയിൽ കമ്പനി വളർന്നു കഴിഞ്ഞു. ഇതിൽ ഓരോ രീതിയിലും നമുക്ക് സർട്ടിഫിക്കറ്റ്, കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് ഒന്ന് നോക്കാം. ഇതൊക്കെ ഗൂഗിൾ നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാലും ഇതിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഓരോ എടുക്കാം. ഇനി കമ്പനി വർക്ക് ചെയ്യുന്നത് GST ബേസ് ചെയ്തിട്ടാണ് കമ്പനി വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഏതൊരു ഷോപ്പുകാരനും എന്താണോ അവിടെ കച്ചവടം നടക്കുന്നത് അതിന്റെ GST ബേസിൽ തന്നെ. അതുപോലെ തന്നെ കമ്പനി നമുക്ക് 2 രീതിയിലും GST തരുന്നുണ്ട്. വരുമാനം തരുന്ന സമയത്തും അതിന്റെ GST പേ ചെയ്തുകൊണ്ടാണ് കമ്പനി ഇവിടെ വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തത്, നമ്മുടെ അടുത്ത് മെമ്പർഷിപ്പ് ഫീയോ രജിസ്ട്രേഷൻ ഫീയോ കമ്പനി വാങ്ങിക്കും.
വാങ്ങിക്കുന്നില്ല. അതുപോലെ റിന്യൂവൽ ഫീ വാങ്ങുന്നില്ല. റീറ്റെയിൽ പ്രോഫിറ്റ് പ്രോഡക്റ്റിന്റെ സെയിൽസിനെ ബേസ് ചെയ്തിട്ടാണ്, പ്രോഡക്റ്റ് സെയിൽസിന്റെ ടേൺ ഓവർ ബേസ് ചെയ്തിട്ടാണ് കമ്പനി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. നമ്മളൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ, ഒരു വലിയ രീതിയിൽ കച്ചവടം, നമ്മുടെ ഒരു ബിസിനസ് മേഖലയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് അവിടെ ഒരുപാട് രീതിയിലുള്ള ചെലവുകളുണ്ട്. ഇവിടെ ഇത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സെറ്റപ്പ് കോസ്റ്റും ആവശ്യമില്ല. അതുപോലെ തന്നെ തുടങ്ങിയ ബിസിനസ് ഒഴിവാക്കണമെങ്കിൽ അതിലും വലിയ നഷ്ടമാണ്. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള ഒരു നഷ്ടങ്ങളും ആർക്കും ഉണ്ടാവുന്നില്ല. ഇവിടെ ഏത് ബിസിനസ്സിലും നമ്മളെ നിയന്ത്രിക്കാൻ ഒരു ബോസ് ഉണ്ടാവും. ഇവിടെ നോ ബോസ് ബിസിനസ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ടൈം ലിമിറ്റ്, നമുക്ക് ഇത്ര സമയം വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത്ര ഒരു മാസം ഇങ്ങനെ ചെയ്യണമെന്നോ യാതൊരു നിർബന്ധമില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. നോ ടൈം ലിമിറ്റ്. ഇനി ടാർഗറ്റ്, നോ ടാർഗറ്റ്. നമുക്ക് ഒരു മാസം ഇത്ര ചെയ്യണമെന്നോ ഒരു ദിവസം ഇത്ര ചെയ്യണമെന്നോ ഒരു ടാർഗറ്റ് ഇല്ല. പല കമ്പനികളും ഇന്ന് മാസം മിനിമം ഇത്രയെങ്കിലും ചെയ്യണം എന്നുള്ള ടാർഗറ്റ് വെക്കുന്നുണ്ട് പല കമ്പനികളും. ഇങ്ങനെയുള്ള ഒരു ടാർഗറ്റും നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഉണ്ടാവുന്നില്ല. ഇനി ഏരിയ ലിമിറ്റ്, നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂഷനോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ ഏരിയ ലിമിറ്റ് ഉണ്ട്. ഇത് നമുക്ക് ഒരു ഏരിയ ലിമിറ്റും ഇല്ല. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ന് ഇന്ത്യക്ക് പുറമെ 13ഓളം രാജ്യങ്ങളിൽ വരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇനി നോ ക്വാളിഫിക്കേഷൻ, ഇവിടെ ആരുടെയും ഒരു ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നില്ല. നമുക്ക് ആർക്കും ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. പ്രായപരിധിയോ അങ്ങനെ ഇത് ആവശ്യമില്ല. നോ റിട്ടയർമെന്റ്. ഇനി നമുക്ക് ഇന്ത്യ മുഴുവൻ ഒരു ബിസിനസ് കൂടി ഉണ്ട്. അതാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പ്രിവിലേജ് പറഞ്ഞു അല്ലേ. ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ 10,000 രൂപയാണ് നമ്മൾ റെഡി കൂപ്പൺ ചെയ്യുന്നത്. ഞാൻ നേരത്തെ ബിസിനസ് പ്ലാൻ പറയുന്ന സമയത്ത് ഒരു 30% നമുക്ക് നമ്മുടെ ഐഡിയയിൽ തിരിച്ചു കിട്ടുക അല്ലെ. നമ്മൾ ചെയ്യുന്ന സമയത്ത് 30% മാറ്റി വെക്കുന്ന എമൗണ്ട്. ഈ റെഡി കൂപ്പൺ എടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത, നമുക്ക് 80% നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇങ്ങനെ നമ്മൾ മുടക്കുന്ന പൈസ മുഴുവൻ നമുക്ക് തിരികെ കിട്ടുന്നുണ്ടാവും. അതാണ് റെഡി കൂപ്പണിന്റെ പ്രത്യേകത. ഇങ്ങനെ 10,000 രൂപ ഡിജിറ്റൽ കൂപ്പൺ എടുക്കുന്ന സമയത്ത് കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കമ്പനി ഇതിന്റെ 3 മടങ്ങ്, നമുക്ക് എത്ര ഐഡി എടുക്കാം, ഡിജിറ്റൽ ഐഡി എത്രയും എടുക്കാം, ഇതിന്റെ 3 മടങ്ങ് നമ്മളെ കൈകളിലേക്ക് തിരികെ തരുന്നുണ്ട്. സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മാറ്റി വെക്കുന്ന, ഞാൻ പറഞ്ഞു ഇൻസെന്റീവിന്റെ 80% തരും. 80% ഈ റെഡീം കൂപ്പൺ എടുത്ത ആളുകൾക്ക് 80% നമുക്ക് കിട്ടുന്നുണ്ടാവും. 100 രൂപ കമ്പനി മാറ്റി വെക്കുമ്പോൾ 80 രൂപ ക്രെഡിറ്റ്. ഇങ്ങനെ ഈ 10,000 നമ്മളിലേക്ക് തന്നെ വന്നു ചേരും. അതാണ് റെഡീം കൂപ്പൺ. ഇനി ഈ ഒരു ഡിജിറ്റൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതും റെഫറൽ ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്കുള്ള പ്രത്യേകത, ആർക്കും ഇത് എവിടെയും ചെയ്യാം. ഏത് രാജ്യത്തു നിന്നും, നമ്മൾ ഈ 13ഓളം രാജ്യങ്ങളുണ്ട്, ഇവിടെയൊക്കെ ചെയ്യുന്നത് ഡിജിറ്റൽ രീതിയിലാണ്. കമ്പനിയുടെ ബിസിനസ് നമ്മളിവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ വരുന്ന വ്യക്തിക്ക് ഒരു നഷ്ടവുമില്ല. കാരണം 699 ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ബിസിനസ് നടക്കണം, റീപർച്ചേസ് വരണം, ഇതൊക്കെ ഉണ്ട് അല്ലേ. പക്ഷെ ഇവിടുത്തെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലെങ്കിലും ഈ മുടക്കിയ വ്യക്തിക്ക് ഇതിന്റെ 3 മടങ്ങ് തിരികെ കിട്ടുന്നുണ്ടാവും. ഇത് എത്ര വേണമെങ്കിലും ഈ യൂണിറ്റ് എന്ത് ചെയ്യാം, നമുക്ക് പർച്ചേസ് ചെയ്യാം. ഒരു യൂണിറ്റിനാണ് 10,000 എങ്കിൽ നെക്സ്റ്റ് നമുക്ക് എടുക്കുന്ന സമയത്ത് ഓരോ റെഫറലിനും 1000 രൂപയായിരിക്കും നമുക്ക് റെഫറൽ ഇൻകം ഉണ്ടാവാം. അവിടെയും പുതിയ ആ ഓർഗനൈസേഷനിൽ ബിസിനസ് നടക്കുന്നത് മാച്ചിങ് ബിസിനസ്സിന് നേരത്തെ പ്രിവിലേജിൽ 200 രൂപയാണ് പറഞ്ഞെങ്കിൽ ഇവിടെ നമുക്ക് പ്രിവിലേജ് ബിസിനസ് എല്ലാം ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ 1000 രൂപയായിരിക്കും കമ്പനി മാറ്റി വെക്കുന്നത്. ഒരു ഡിജിറ്റൽ ഐഡി ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കാൻ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ 1000 ബിസിനസ് വോളിയായിരിക്കും. അങ്ങനെ രണ്ടാമത്തെ ഓർഗനൈസേഷനും 1000 ബിസിനസ് വോളിയം നടന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് കിട്ടുന്നത് 1000 രൂപയായിരിക്കും. തീർച്ചയായിട്ടും രണ്ടാമത്തെ ദിവസം നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ വന്ന വ്യക്തികളും ഒരു ഡിജിറ്റൽ ഐഡി വെക്കുകയാണെങ്കിൽ നമുക്ക് 2000 ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 1നും 2നും നടക്കുമ്പോൾ അതിന് 2000 രൂപയായിരിക്കും നമ്മൾക്ക് അന്നത്തെ ദിവസം വരുമാനമായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് പല വ്യക്തികളും അറിയാം, ഇതിലൊരു സിസ്റ്റം ഉണ്ട്. ഡയറക്റ്റ് നമ്മൾ 3 വ്യക്തികളെ കൊണ്ടുവരികയാണെങ്കിൽ കമ്പനിയുടെ ആദ്യത്തെ റാങ്കിലേക്ക്, ബ്രോൺസ് എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തും. ആ റാങ്കിൽ എത്തുമ്പോൾ കുമരക ട്രിപ്പും കാര്യങ്ങളൊക്കെ കമ്പനി തരുന്നുണ്ട്. ഈ ഒരു 5000 ബിസിനസ് വോളിയം മാച്ചിങ്ങിന് നമുക്ക് അന്നത്തെ ദിവസം 5000 കിട്ടുന്നുണ്ട്. പ്രിവിലേജിൽ 5000 ആണെങ്കിൽ ഡിജിറ്റൽ മേഖലയിൽ കമ്പനി മാറ്റി വെക്കുന്നത് 10,000 ബിസിനസ് വോളിയം മാച്ചിങ്ങിന് ഒരു ദിവസം മാക്സിമം കിട്ടുന്ന എമൗണ്ട് 10,000 രൂപയായിരിക്കും ഒരു ദിവസം മാക്സിമം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ
നടക്കുകയാണെങ്കിൽ ബിസിനസ് വലിയ രീതിയിൽ കൊണ്ടുവരുന്ന പല വ്യക്തികളും ഈ ബിസിനസ്സിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അത് ക്യാരി ഫോർവേഡ് സിസ്റ്റത്തിൽ മാറ്റിവെക്കുന്നതായും നമ്മൾ കൊണ്ടുവരുന്ന ഓരോ ബിസിനസ്സിലും മാച്ചിങ് ബിസിനസ്സിന് കമ്പനി പറയുന്ന ഈ വലിയൊരു എമൗണ്ട് ആയ 10,000 രൂപ 30 ദിവസം നമുക്ക് ഒരു 3 ലക്ഷം രൂപ ഒരു ഐഡിയിൽ വാങ്ങിക്കാൻ പറ്റുന്ന കമ്പനി ഇവിടെ തരുന്നത്. ഇതേപോലെ 3 ഐഡികളും നമുക്ക് ഈ ഒരു 3 ലക്ഷം വെച്ച് വാങ്ങിക്കാനും പറ്റുന്ന ഒരു അവസരമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലെ ഈ ഒരു അവസരം. ഇനി കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ വലിയ വലിയ എമൗണ്ട് ഒക്കെ എടുക്കുമ്പോൾ പല ആളുകൾക്കും മനസ്സിലൊരു പേടി ഉണ്ടാവും അല്ലെ. വലിയ എമൗണ്ട് ഈ പെട്ടെന്നുള്ള ഒരു ഇതിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും നഷ്ടപ്പെടും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സമസ്യകൾക്കുണ്ടാവും. അതിനുള്ള ഉത്തരമാണ് ഈ തരാൻ പോകുന്നത്. ഈ കമ്പനിയെ എന്തുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം? കാരണം കമ്പനി എന്ന് പറയുന്നത് തുടക്കത്തിൽ ഒരു ഓൺലൈൻ ഷോപ്പിംഗായി വന്ന ഒരു കമ്പനിയാണെങ്കിൽ ഇന്ന് TS കമ്പനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷനോടുകൂടി പല നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ഫണ്ട് വരുന്നുണ്ട്. ഇന്ന് RBIയുടെ റൂൾ പ്രകാരം കമ്പനിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹൈറിച്ചിന്റെ ഇനി ഒരു ബാങ്കിങ് സിസ്റ്റം അവിടെ വരാൻ പോവുകയാണ്, ഹൈറിച്ച് നിധി ലിമിറ്റഡ്. ഇതുപോലെ തന്നെ ഹൈറിച്ചിന്റെ ഡെവലപ്പേഴ്സ് ഒരുപാട് രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഡെവലപ്പേഴ്സ് ആണ് ഹൈറിച്ചിന്റെ ഡെവലപ്പേഴ്സ്. അതുപോലെ തന്നെ ഹൈറിച്ചിന്റെ ഫാം സിറ്റി നമുക്ക് ഒരുപാട് രീതിയിലുള്ള പ്രോജക്റ്റുകൾ വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് ഗവൺമെന്റിന്റെ നബാർഡ് പോലും ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി കോടിക്കണക്കിന് രൂപ മാറ്റി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ഹൈറിച്ചിന്റെ ഫാം സിറ്റി എന്ന് പറയുന്നത്. നമുക്ക് അഭിമാനിക്കാം. ഒരുപാട് കമ്പനികൾ ഉണ്ടായിട്ടും അതിൽ നിന്ന് ഏറ്റവും നല്ല കമ്പനി, ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ള ഒരു അതിന്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് ഹൈറിച്ചിന് ഇന്ന് കേരളത്തിൽ തന്നെ ഏകദേശം 5000-ലധികം ഏക്കർ കണക്കിന് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഇത് വളരെ സക്സസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഹൈറിച്ചിന്റെ. അപ്പോ ആ ഫാം ഇന്ന് ഗവൺമെന്റിന്റെ ഭാഗത്ത് സബ്സിഡി പോലും കിട്ടുന്ന ഒരു സംവിധാനമാണ്. ഇങ്ങനെയുള്ള ഒരു കമ്പനിയാണ് ഹൈറിച്ചിന്റെ ഫാം സിറ്റി. ഇത്തരത്തിലുള്ള പ്രോജക്റ്റും ഇതുപോലെ തന്നെ ഇനി പുതിയൊരു ഡിജിറ്റൽ കറൻസി നമുക്കറിയാം. ഈ ഒരു സാമ്പത്തിക വർഷം പല കാര്യങ്ങളും ഇന്നിവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെ. ഡിജിറ്റലിന്റെ യുഗമാണ് ക്രിപ്റ്റോന്റെ കാലഘട്ടം. അത്തരത്തിലുള്ള ഒരു നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു വകയുണ്ട്. അതാണ് ഹൈറിച്ച് കോയിൻ ഉടൻ വരികയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഇതിന്റെ ബിസിനസിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യാൻ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ലീഗലാവുന്നതോടുകൂടി ഇന്ന് സാധാരണ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയോടല്ല ഇനി നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. വലിയ വലിയ കുത്തക ടീമുകളായ റിലയൻസ് പോലെയുള്ള അത്തരത്തിലുള്ള ആളുകളോട് മത്സരിക്കാൻ പറ്റുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ അത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് മാത്രമാണ്. ഇങ്ങനെയുള്ള ഒരു കമ്പനി നമുക്ക് അഭിമാനത്തോടു കൂടി നമുക്ക് പ്രവർത്തിക്കാം. കാരണം ഇന്ന് ചെറിയൊരു കാലഘട്ടം കൊണ്ട് നിരവധി അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള, കാരണം ഒരു കമ്പനി മാത്രം നന്നായതുകൊണ്ട് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാവണമെന്നില്ല. പക്ഷെ അതിനെ നയിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷൻ ടീം റോയൽ ചാലഞ്ചേഴ്സ്, ആ ടീം റോയൽ ചാലഞ്ചേഴ്സിന്റെ അത്തരത്തിലുള്ള ഒരു റോയൽ ചാലഞ്ചേഴ്സിൽ ഇന്ന് ചെറിയൊരു കാലഘട്ടം കൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞു 14 മാസങ്ങൾ അത്രയേ ആയിട്ടുള്ളൂ ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് എത്തിയിട്ട്. ഇനി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ പറയാം. എന്നെ ആദ്യം തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പേര് സുഭാഷ്, സ്ഥലം പാലത്തായിയാണ്. ഇന്നൊരു പക്ഷേ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ നിരവധി മേഖലകളിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്. 1-2 ഷോപ്പുകളുണ്ട്. ഇതൊക്കെ നടക്കുന്ന സമയത്ത് കോവിഡിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അത്തരത്തിൽ എല്ലാ ആളുകളും ഒന്ന് ബ്രേക്കായി നിൽക്കുന്ന സമയത്ത് മറ്റൊരു ഓപ്ഷൻ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ അല്ലെ. ആ ഒരു ഓപ്ഷൻ എന്തുണ്ട് എന്നുള്ള നിരന്തരമായ ഇതിൽ കൂടെ ഒന്ന് മനസ്സിലായി. ഇന്ന് ആളുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുള്ള ഒരു കമ്പനി നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു നല്ലൊരു കമ്പനി ഇന്ന് കയ്യിൽ കിട്ടിയപ്പോൾ ഏകദേശം 14 മാസങ്ങൾക്ക് മുന്നേ ഇന്ന് കമ്പനിയിൽ റോയൽ ചാലഞ്ചേഴ്സ് തന്നെ അഭിമാനമായ ഞങ്ങളുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ ഷൈജു സാർ, അദ്ദേഹം വഴിയാണ് എന്നിലേക്ക് ഈ ഒരു അവസരം എത്തുന്നത്.